ഇന്ന് നമുക്കൊരു ഗ്രീൻ ചിക്കൻ ബാർബിക്യൂ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഒരു പിടി പാഴ്സലി എടുത്തിട്ടുണ്ട്, ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, 3-4 തണ്ട് കറിവേപ്പില, ഒരു പിടി ഇഞ്ചി ചോപ്പ് ചെയ്തത്, നാടൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 3 വെളുത്തുള്ളി മുഴുവനായിട്ടും തൊലി കളഞ്ഞെടുത്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അല്പം ചെറിയ ഉള്ളി, ഏകദേശം ഒരു പിടി മുഴുവനില്ല, അത്രയും ചെറിയ ഉള്ളി, പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് 3 എണ്ണം, എരിവില്ലാത്ത പച്ചമുളക് 1 എണ്ണം, പിന്നെ അല്പം കാന്താരി മുളക്. ഇനി ഈ മുളകിനൊക്കെ പകരം കാന്താരി മുളകും എടുക്കാം കേട്ടോ. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 2 ലെമണിൻ്റെ ജ്യൂസ്. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലതായിട്ട് കഴുകി വാഷ് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസാക്കി എടുത്തത് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിക്കനെ നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഹോൾസൊക്കെ ഇട്ട് കൊടുത്തു ഒരു നൈഫ് വെച്ചിട്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് തൈര് ഒരു 20 മിനിറ്റ് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ അബ്സോർബ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു തിക്ക് കൺസിസ്റ്റൻസി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ബാക്കി എല്ലാ മസാലയും കൂടെ ചേർത്ത് അരച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ എന്ന് പറയുന്നത് 1 കിലോയുടെ മുകളിൽ തൂക്കം വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു 2.5 കിലോൻ്റെ അടുത്ത് വരുന്ന തൂക്കത്തിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 24 ഹവറാണ് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുന്നത്. ഓവർ നൈറ്റ് വെച്ചാലും മതി. ഞാനിപ്പോൾ തലേ ദിവസത്തെ രാത്രി സെറ്റാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാത്രിയാണ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകിന് പകരം മുഴുവനായിട്ടും തന്നെ നമുക്കിത് കാന്താരി മുളകും എടുക്കാം. ഇതിപ്പോൾ ചെറിയ മക്കൾ കഴിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മുഴുവനായിട്ടും കാന്താരി മുളക് എടുക്കാതിരുന്നത്. നല്ല ടേസ്റ്റി മസാലയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്